ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നീടുള്ളത് UDF ആണ്. UDFിൻ്റെ സംവിധാനം ആകെ തകർന്നു തരിപ്പണമായിരിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ ഇന്ത്യയിലെ 40 സീറ്റ് പോലും തികയ്ക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അപ്പോൾ UDFിനോ LDFിനോ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കോട്ടയം മണ്ഡലത്തെ സംബന്ധിച്ച് 7 നിയോജക മണ്ഡലങ്ങളാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ സംസ്ഥാന കൺവീനർ BDJSന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകളാണ്. അദ്ദേഹത്തെ കോട്ടയത്തിന്റെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിപ്പിച്ച് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കേണ്ടത് കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന കോട്ടയത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാൻ കഴിയണം. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഹാളിലേക്ക് ഒഴുകിയെത്തിയ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോട്ടയം ജില്ലയുടെ അമരക്കാരനും BJPയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ലിജിൻലാൽ അവറുകളാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ രാപകലില്ലാതെ ഓടി നടന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന ശ്രീ ലിജിൻലാൽ അവറുകളെ ഞാൻ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ പ്രഗത്ഭനായ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാവ് ശ്രീ K. സുരേന്ദ്രൻ അവറുകളാണ്. നമുക്കറിയാം, കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിച്ച പ്രതിപക്ഷ നേതാവ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന ചെയർമാനുമായ ശ്രീ K. സുരേന്ദ്രൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ കേരളത്തിലെ ജനകീയ വിഷയങ്ങൾ ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഓടി നടന്ന് 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന ചെയർമാൻ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ K. സുരേന്ദ്രൻ അവറുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് ഈ യോഗത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ കടന്നുവരും എന്നറിയിച്ചിട്ടുള്ള കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രഗത്ഭനായ സംസ്ഥാന കൺവീനർ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകളാണ്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ നിങ്ങൾക്കാർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ കൂടി കടന്നുവന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന കൺവീനറായി കഴിഞ്ഞ 8 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കഴിയുന്ന ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിനുള്ള വലിയ പരിശ്രമങ്ങളാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർ ഓരോരുത്തരും ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏപ്രിൽ 26-ാം തീയതി വരെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഓരോ പ്രവർത്തകരും ചെയ്യേണ്ടത് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോർജ് കുര്യൻ അവറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJPയുടെ ഏറെ മുതിർന്ന നേതാവ് കോട്ടയത്തിന്റെ പ്രിയങ്കരനായ ശ്രീ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ അവറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BDJSന്റെയും NDAയുടെയും നേതാവായ ശ്രീ AG തങ്കപ്പൻ അവറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും കരുത്തനായ നേതാവ് ശ്രീ G. രാമൻ നായർ അവറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും കരുത്തനായ നേതാവ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അവറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ അവറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ
കരുത്തനായ ഘടകകക്ഷിയുടെ നേതാവ് ശ്രീ ജയൻ അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തനായ നേതാവും BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ ശ്രീ പത്മകുമാർ അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തനായ നേതാവ് പ്രൊഫസർ B. വിജയകുമാർ അവർകളെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJPയുടെ നേതാവും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തനായ നേതാവുമായ ശ്രീ B. രാധാകൃഷ്ണ മേനോൻ അവർകളെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാവ് ശ്രീ PK രവീന്ദ്രൻ അവർകളെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാവ് ശ്രീ അജിത് കുമാറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാവ് ശ്രീ ബാബുരാജ് അവർകളെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാവ് ശ്രീ MN മധു അവർകളെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ നേതാവ് ശ്രീ PJ തോമസ് അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തനായ നേതാവ് ശ്രീ S. രതീഷ് അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ എറണാകുളം BDJSന്റെ ജില്ലാ പ്രസിഡന്റും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ എറണാകുളം ജില്ലയുടെ കൺവീനറുമായ ശ്രീകുമാർ തട്ടാരത്തിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കോട്ടയത്തെ കരുത്തനായ നേതാവുമായ ശ്രീ PG ബിജുകുമാർ അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രമുഖനായ നേതാവ് ശ്രീ ED പ്രകാശൻ അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാവ് ശ്രീ ഷാജി ശ്രീശിവം അവർകളെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാവും BDJSന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ സത്യൻ കൂത്താട്ടുകുളത്തിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏറെ പ്രിയങ്കരനായ BJPയുടെ നേതാവും കോട്ടയം ജില്ലയിലെ പ്രമുഖനായ നേതാവുമായ ശ്രീ ഹരികുമാർ അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വേദിയെ ധന്യമാക്കുന്ന നിരവധി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തരായ നേതാക്കന്മാർ ഈ വേദിയെ ധന്യമാക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ മഞ്ജു സുരേഷ്, ശ്രീ ജനീഷ് എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം പറയുവാനുള്ളത് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏറെ പ്രിയങ്കരായിട്ടുള്ള നിയോജക മണ്ഡലത്തിൻ്റെ BDJSൻ്റെയും BJPയുടെയും ഘടകകക്ഷി നേതാക്കളായ മണ്ഡലം പ്രസിഡന്റുമാരാണ്. അവരെല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി നിയോജക മണ്ഡലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും ബൂത്ത് തലങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന നിങ്ങളാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാർ. നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് NDA. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ ഭാഷണത്തിനായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ ചെയർമാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻലാൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം NDAയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്ന പാർട്ടിയുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ K. സുരേന്ദ്രൻ, നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട കോട്ടയത്തിൻ്റെ ജനകീയ സാരഥിയായിട്ട് മാറിയിരിക്കുന്ന ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വേദി ഏറെ സമ്പുഷ്ടമായിട്ടുള്ള വേദിയാണ്. NDA എന്ന് പറഞ്ഞാൽ NDAയുടെ കരുത്ത് തെളിയിക്കുന്ന, കോട്ടയത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്ന വേദിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിരവധി നേതാക്കന്മാരെ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള വേദിയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല. ഇവിടെ സ്വാഗതം എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ പേരുകൾ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കൂട്ടുക. ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ഇവിടെ എത്തിയിരിക്കുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്തരായിട്ടുള്ള പ്രവർത്തകർ,
മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ 18ാമത് ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടുകൂടി കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിജയത്തിലേക്കുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഏറെ അനുയോജ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് കോട്ടയത്തിന് കിട്ടിയിരിക്കുന്നത്. ഒരു ശക്തമായ മത്സരത്തിലൂടെ നരേന്ദ്രമോദി സർക്കാരിന് വരാൻ പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ട് അങ്ങ് ഡൽഹിയിൽ ഈ കോട്ടയത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുവാൻ, കോട്ടയത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഒരു MP-യെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആവേശമാണ് NDAയുടെ ഓരോ പ്രവർത്തകരിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ 18-ാം തീയതി ഒരു റോഡ് ഷോയോട് കൂടിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ആ ഒരു എൻട്രി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അക്ഷരനഗരിയെ ഞെട്ടിക്കുന്ന ഒരു വലിയ മഹാറാലിയായിരുന്നു. എല്ലാവരും അണിനിരന്നുകൊണ്ട് ഈ കോട്ടയത്തിൻ്റെ ഒരു പുതിയ വസന്തം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിക്കൊണ്ട് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ വസന്തം ഈ കോട്ടയത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്ന ഒരു മഹാറാലിയായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഇന്നിവിടെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുമ്പോഴും ഈ ഹാള് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയും പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. സെൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ NDAയുടെ പ്രവർത്തകർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നിരന്തര പ്രവർത്തനത്തിലാണ്. പ്രധാനമന്ത്രിയുടെ നിരവധി പ്രോഗ്രാമുകൾ ഇതിനോടകം നമ്മുടെ സമീപ പ്രദേശങ്ങളിലൂടെ വന്നിരുന്നു. അങ്ങനെ ഓരോ സമയത്തും ആ കേരളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് കേരളം മാറാൻ പോകുന്നതിൻ്റെ ആ സൂചനകൾ നൽകിക്കൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞ ചെറിയ സ്വപ്നങ്ങൾ കാണുന്ന കാലഘട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ പോവുകയാണ്. 2024 കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ സ്വപ്നങ്ങളുമായിട്ട് വികസിത ഭാരതം എന്ന ആ സങ്കല്പത്തിലേക്ക് നമ്മൾ കാണാൻ വേണ്ടി പോകുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ ആ സ്വപ്നം ഏറ്റെടുത്തുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന NDAയുടെ പ്രവർത്തകർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നിരന്തര പരിശ്രമത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുള്ള വിജയം, അതിൻ്റെ നല്ല ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോട്ടയം ലോക്സഭാ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നേരത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് അവർ വലിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നിലവിലെ ഇവിടുത്തെ MP ഉൾപ്പെടെയുള്ളവർ കോട്ടയത്ത് കൊണ്ടുവന്ന വികസനങ്ങളെ പറ്റി കിട്ടിക്കുന്ന വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 4100 കോടി രൂപയുടെ വികസനം ഞാൻ കൊണ്ടുവന്നതാണ് ബുക്കിലെറ്റ് അടിച്ചുകൊണ്ട് MP കോട്ടയത്തെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എത്ര കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ടോ ആ വികസനങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ MP ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് കാലാകാലങ്ങളിൽ കോട്ടയത്തെയും കേരളത്തെയും എല്ലാം പ്രതിനിധീകരിച്ചിരുന്നത്. ആ കാലഘട്ടങ്ങളിലൊന്നും ഈ കോട്ടയം ഉൾപ്പെടെ കേരളത്തിൻ്റെ ഒരു പ്രദേശങ്ങളിലും വികസനം എത്തിക്കാൻ വേണ്ടിയിട്ട് ആരെക്കൊണ്ട് സാധിച്ചിട്ടില്ല. UPA-യുടെ കാലഘട്ടത്തിൽ കോൺഗ്രസും CPM-ഉം എല്ലാം സംയുക്തമായിട്ട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും ഈ കേരളത്തിൻ്റെ മണ്ണിൽ, കോട്ടയത്തിൻ്റെ മണ്ണിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അനക്കുവാൻ വേണ്ടിയും അവരെ കൊണ്ട് സാധിച്ചില്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ കോട്ടയത്തിൻ്റെ മണ്ണിലെ വികസനങ്ങൾ കണ്ടപ്പോഴാണ്. എന്തായിരുന്നു വികസനം എങ്ങനെ നടപ്പിലാക്കാമെന്നത് അവർ തിരിച്ചറിഞ്ഞത്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ബഹുമാന്യമായിട്ടുള്ള പത്നി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുഷാർജിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഫേസ്ബുക്ക് പേജുകൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കോട്ടയത്തിന് വേണ്ടിയിട്ട്, കോട്ടയത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ കണക്കുകളാണ് അദ്ദേഹത്തിന്റെ പേജിൽ ഓരോ ദിവസവും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന വികസനം അവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി 2014 എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തനം ആരംഭിച്ചത്. ആ 2014 മുതൽ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരുപാട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട്, അവരെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഈ കോട്ടയം ജില്ലയിൽ ഏകദേശം 4800ഓളം വീടുകൾ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഏകദേശം 1.5 ലക്ഷത്തോളം വീടുകളിൽ ടാപ്പ് വാട്ടർ കണക്ഷൻ കൊടുക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. ഇതിനു മുമ്പും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രദേശമായിരുന്നു കോട്ടയത്തിന്റെ പല പ്രദേശങ്ങളും. പക്ഷെ അവിടെയൊന്നും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഈ കേരള കോൺഗ്രസിന്റെയോ CPM-ന്റെയോ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഇവിടെ ഭരണം നടത്തിയിട്ട് അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ചാഴികാടൻ പാലായിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മലങ്കര കുടിവെള്ള പദ്ധതി 650 കോടി രൂപയുടെ മലങ്കര കുടിവെള്ള പദ്ധതി എന്റെ ശ്രമഫലം കൊണ്ടാണ് യാഥാർത്ഥ്യമാക്കിയതെന്നാണ് പറഞ്ഞത്. 1250 കോടി രൂപ മുടക്കിക്കൊണ്ട് 12 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും കുടിവെള്ളം എത്തിക്കാനുള്ള ആ പദ്ധതി നരേന്ദ്രമോദി സർക്കാരിന്റെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പദ്ധതി ഇന്ന് അതിന് വീണ്ടും പുനർജന്മം ലഭിച്ചിരിക്കുന്നത്. ആ പദ്ധതിയിൽ 650 കോടി രൂപയുടെ പണികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം ജൽജീവൻ മിഷൻ പദ്ധതി എന്ന് പ്രഖ്യാപിച്ചോ അതിനുശേഷമുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ആ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഏകദേശം 3.5 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസിന്റെ കവറേജ് ലഭ്യമാക്കുന്നത് 3.5 ലക്ഷത്തോളം ആളുകൾക്ക്. അതോടൊപ്പം തന്നെ ജൻ ഔഷധി സ്റ്റോറുകളിലൂടെ 60-70% വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന 100 കണക്കിന് ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ കുടുംബത്തിന്റെയും ഒരു മാസത്തെ ബഡ്ജറ്റ് തകരാറിലാകുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ മരുന്ന് വാങ്ങാനും ആശുപത്രിയിൽ പോകുന്നതിലൂടെയാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. 4000-5000 രൂപയ്ക്കൊക്കെ മരുന്ന് വാങ്ങുന്ന കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് അറിയാവുന്നവരും അറിയാൻ മേലാത്തവരുമായിട്ടുള്ള 100 കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെയൊക്കെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർ നരേന്ദ്രമോദിയെ പറ്റി പറയുന്നത് എത്ര ആരാധനയോട് കൂടിയിട്ടാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഇത്തരത്തിൽ ജൻ ഔഷധി സ്റ്റോറുകളിലൂടെ ഈ മരുന്നുകൾ ലഭ്യമാക്കുന്നതിലൂടെ നരേന്ദ്രമോദി സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്നത്. കോവിഡിന്റെ സമയത്ത് ഏറെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിൽ സൗജന്യമായിട്ട് വീടുകളിൽ റേഷൻ വിതരണം നടത്തിക്കൊണ്ട് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിലൂടെ അരി ലഭ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. 7,68,000 കുടുംബങ്ങൾക്കാണ് നമ്മുടെ കോട്ടയത്ത് ഈ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം സൗജന്യമായിട്ട് റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഓരോ പദ്ധതികളും എടുത്ത് പരിശോധിച്ചാൽ എല്ലാ പദ്ധതികൾക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഈ കോട്ടയം ജില്ലയിൽ തന്നെ. കിസാൻ സമ്മാൻ നിധി ഏകദേശം 1,80,000 ആളുകൾ ആ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ KYC അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ പല അക്ഷയ കേന്ദ്രങ്ങളിലും ഇതൊന്നും നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചുവിട്ടപ്പോൾ അതിലൂടെ അതിൻ്റെ ആ രണ്ടാമത് റീഅപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവരുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ ഏകദേശം 1,48,000 കുടുംബങ്ങൾക്ക് ഇന്ന് കോട്ടയം ജില്ലയിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ ഒരു വർഷം 6,000 രൂപ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തിന്റെ റെയിൽവേ വികസനം കഴിഞ്ഞ മാസം 3 ഓവർ ബ്രിഡ്ജുകളുടെ കല്ലിടിയിൽ കർമ്മമാണ് പ്രധാനമന്ത്രി നടത്തിയത്. കാണക്കാരി, കുറുപ്പന്തറ, കോതനെല്ലൂർ, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം മേൽപ്പാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കല്ലിടിയിൽ ഏകദേശം 120 കോടി രൂപയാണ് ഈ 4 റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ മുടക്കുന്നത്. അതുകൂടാതെയാണ് 975 കോടി രൂപയുടെ റെയിൽവേ വികസനം കോട്ടയത്തിന് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ, ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
ഏറ്റുമാനൂർ മുതൽ ചിങ്ങവനം വരെയുള്ള റെയിൽവേയുടെ ഡബിളിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഒരു പിൽഗ്രിം സെന്റർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. അങ്ങനെ റെയിൽവേയുടെ ഓരോ കാര്യങ്ങൾ നമ്മളിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എത്ര വലിയ മാറ്റമാണ് കോട്ടയത്തെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ വികസനമൊക്കെ ഇപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് ചാഴികാടൻ പറയുമ്പോൾ, ഇതിനു മുമ്പ് ചാഴികാടനും അല്ലെങ്കിൽ ചാഴികാടൻ്റെ പാർട്ടിയുടെ ചെയർമാൻ കോട്ടയത്തിൻ്റെ MP ആയിരുന്നു. ഇവരെല്ലാം ഒന്നിച്ച് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ റെയിൽവേ വികസനം നടത്താൻ സാധിക്കാത്തത്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 67 റെയിൽവേ മേൽപ്പാലങ്ങൾക്കുള്ള പെർമിഷനാണ് ശ്രീ O രാജഗോപാലിൻ്റെ കാലഘട്ടത്തിൽ കൊടുത്തിട്ട് ആ ഗവൺമെൻറ് BJP ഗവൺമെൻറ് ഇറങ്ങുന്നത്. അതിനുശേഷം ആ റെയിൽവേ മേൽപ്പാലങ്ങളൊക്കെ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് നമുക്ക് കാണാൻ സാധിച്ചത് 2014 ശേഷം. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ശബരി റെയിലിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ശബരി റെയിലിന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് കേരള കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇവിടെ അവർ ഒന്നിച്ച് ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നില്ല. കോട്ടയത്ത് നിന്ന് എരുമേലിക്ക് ഒരു റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കോട്ടയത്ത് നിന്ന് എരുമേലിയിലേക്ക് ശ്രീ നിതീഷ് കുമാർ റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു റെയിൽവേ ലൈനിൻ്റെ പ്രപ്പോസൽ വന്നു. പക്ഷേ അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന നിതീഷ് കുമാറിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേരളത്തിൻ്റെ എല്ലാ ലോകസഭാ മണ്ഡലങ്ങളിലെയും MP-മാർ ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയ ഭേദമന്യേ ചെന്നിട്ട് ഒരു നിവേദനം കൊടുത്തത് ആ റെയിൽവേ ലൈൻ ഡ്രോപ്പ് ചെയ്യണമെന്നുള്ള ആ ഒരു നിവേദനം കൊടുത്തുകൊണ്ട് ഒരു നാട്ടിൻ്റെ വികസനത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ റെയിൽവേ മന്ത്രിക്ക് കത്ത് കൊടുത്തതിൻ്റെ ഈ കേരളത്തിലെ MP-മാർ അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിയണം. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു വികസനവും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ വികസനം വരാൻ തയ്യാറാകുകയാണെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്താകമാനം നടത്തിയ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും കോട്ടയത്തും എല്ലാം വികസനം വന്നപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചുകൊണ്ടെത്തുന്നത്. ഒരു ജനപ്രതിനിധിയെ പോലും ഇവിടെ നിന്ന് അയക്കാതെയാണ് ഈ വികസനം കോട്ടയത്തിന്റെ മണ്ണിൽ വന്നിരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരൊക്കെ തയ്യാറാകുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടത്തിന് മാറ്റമുണ്ടാകണം. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനപ്രതിനിധി കോട്ടയത്ത് നിന്നും ഡൽഹിയിലെത്തിയാൽ നമ്മൾ ഇന്ന് കണ്ടതിലും അപ്പുറമുള്ള ഒരു വികസനത്തിലേക്ക് ഈ കോട്ടയത്തിൻ്റെ മണ്ണിനെ മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരമൊരു വികസനം സ്വപ്നം കാണുന്ന കോട്ടയത്തിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് 2016 കൂടിയാണ് എങ്കിലും അതിനു മുമ്പ് തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ എന്നും ഒരു നിറഞ്ഞ സാന്നിധ്യമായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനും അവർക്ക് വേണ്ടി അവർക്കൊപ്പം നിൽക്കുവാനും തയ്യാറായി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ ഇന്നത്തെ MP-യോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കാട് നിറഞ്ഞ വഴിയിലൂടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിവേദകരെ പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ ജനങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ നടത്തം കാട്ടിലൂടെ ആക്കിയത് എന്ന് പറയുന്ന വ്യക്തിയല്ല. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എന്ന് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം നിങ്ങളോടൊപ്പം ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് NDA. അടുത്തതായി ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും NDAയുടെ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന നേതാവുമായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായിട്ടുള്ള ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ NDAയുടെ ജില്ലാ ചെയർമാൻ ശ്രീ ലിജിൻലാൽ, അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വേദിയിലേക്ക്
എത്തിച്ചേരാൻ വേണ്ടി പോകുന്ന ബഹുമാന്യനായിട്ടുള്ള NDAയുടെ ചെയർമാൻ ശ്രീ K. സുരേന്ദ്രൻജി, ഏറെ ബഹുമാന്യനായിട്ടുള്ള NDAയുടെ കൺവീനർ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ തുഷാർജി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യം വലിയൊരു ജനാധിപത്യ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ കാത്തു സംരക്ഷിക്കുന്ന ഒരു മുന്നണിയും ഗവൺമെൻറ്റും ഒരു ഭാഗത്തും, മറുഭാഗത്ത് രാജ്യത്തിനകത്തും പുറത്തും സർവ്വവിധ പിന്തുണയോടുകൂടി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന മുന്നണികളും തമ്മിലുള്ള പോരാട്ടമാണ്. ഏതറ്റം വരെ പോയാലും, ഏത് സാഹചര്യത്തെ നമുക്ക് നേരിടേണ്ടി വന്നാലും, ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ഉൾപ്പെടെ ഈ രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ നാം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആ സാധാരണക്കാരനായിട്ടുള്ള വോട്ടർമാർ ഈ രാജ്യം വരുന്ന 5 വർഷക്കാലം ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചു എന്നുള്ളതിൽ 2 അഭിപ്രായം ആർക്കും തന്നെയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ, ഏത് മുന്നണിക്കാണോ സാധാരണക്കാരന്റെ വീടുകളിൽ പോയി നെഞ്ചു വിരിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാലും അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഈ രാജ്യത്തെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുന്നണിയിലെ പ്രവർത്തകർക്ക് മാത്രമാണ്. ഞാനത് പറയാൻ കാരണം 2014 ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിജി ഈ രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുന്ന സാഹചര്യം, അധികാരത്തിലേക്ക് കയറി വന്ന സാഹചര്യം നമുക്ക് നന്നായിട്ടറിയാം. നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളോട് അന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ, ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് നമ്മുടെ മാതൃരാജ്യത്തെ കൈപിടിച്ചുയർത്താൻ, ഈ രാജ്യത്ത് വികസനത്തിനൊരു പുതിയ സംസ്കാരമുണ്ടാക്കാൻ, വികസനം സാധാരണക്കാരന്റെ കുടിലുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പിന്തുണ വേണമെന്ന് നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ മാധ്യമ പ്രവർത്തകർ, പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഇന്നിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു, നരേന്ദ്രമോദിയോ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയോ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന്റെ അധപ്പതനം തുടങ്ങുമെന്ന് പരസ്യമായിട്ട് അവർ ഈ രാജ്യത്ത് പറഞ്ഞു. 10 വർഷം കഴിഞ്ഞു. നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയണ്ടേ? കോട്ടയത്ത് സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരോട് ഓരോ വീടുകളിലും പോയിട്ട് നാം പറയും 10 കൊല്ലത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രം. 2014 ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വോട്ടർമാരോട് നാം 100 വട്ടം ആവർത്തിച്ചു പറയണം, ഈ രാജ്യം ലോകത്തെ 10ാമത്തെ ഒരു സാമ്പത്തിക ശക്തിയായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് രാജ്യം ലോകത്തെ ഒരു രാജ്യത്തും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള വലിയ അഴിമതിയുടെ കഥകൾ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. 1,76,000 കോടി രൂപയുടെ 2G സ്പെക്ട്രം ഒരു ഭാഗത്ത്, 1,86,000 കോടി രൂപയുടെ കൽക്കരി കുംഭകോണം, ഇതുൾപ്പെടെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയെ അപമാനത്തോടുകൂടി നോക്കുന്ന കാഴ്ച. രാജ്യത്തിനകത്ത് 18,452 ഗ്രാമങ്ങളിൽ നീണ്ട 67 കൊല്ലം ഈ രാജ്യം ഭരിച്ചവർ വൈദ്യുതി പോലും എത്തിച്ചിട്ടില്ലാത്ത ഗ്രാമങ്ങൾ 18,452. ഈ രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലയിൽ പാവപ്പെട്ടവൻ, അവനെ സംബന്ധിച്ചിടത്തോളം 61% വീടുകളിൽ ശൗചാലയമില്ലാത്ത രാജ്യം. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ റോഡ് ഗതാഗതം, വ്യോമഗതാഗതം, ജലഗതാഗതം എല്ലാം തന്നെ തകർന്ന ഒരു വികസനവുമില്ലാത്ത ഒരു രാജ്യത്തെ നരേന്ദ്രമോദി ഏറ്റെടുത്തു. ഇന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, 10 കൊല്ലം മുമ്പ് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തെ സാധാരണക്കാരന് പറയാനുള്ളത് കേൾക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും എന്റേത്, സാധാരണക്കാരനെ കുറിച്ച് ചിന്തിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും എന്റേത്.
ഈ രാജ്യത്ത് സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് ഒരു നയാ പൈസയുടെ അഴിമതി പോലും നടത്താത്ത ഗവൺമെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞ അധികാരമേറ്റ ഗവൺമെന്റ് എന്ന് തിരിച്ചു നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് ചോദിക്കാം. നീണ്ട 10 കൊല്ലം ഈ രാജ്യത്ത് 1 രൂപയുടെ അഴിമതി പോലും നടത്താത്ത സ്വതന്ത്ര ഭാരതത്തിലെ ഏക ഗവൺമെന്റ് ആയിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, NDA ഗവൺമെന്റ്. അത് തന്നെയാണ് ഈ രാജ്യത്തിന് NDA കൊടുത്തിട്ടുള്ള ഉറപ്പ്, ഗ്യാരണ്ടി എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ രാജ്യം സർവ്വമേഖലയിലും വികസനം എന്ന് പറയുന്നത് വിപ്ലവമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് സാധാരണക്കാരന്റെ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ളത്, അങ്ങനെയുള്ളൊരു ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാ. ഞാൻ പറഞ്ഞു 61% വീടുകളിൽ ശൗചാലയമില്ലാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് 39% ഗ്രാമീണ വീടുകളിലാ ശൗചാലയം ഉണ്ടായിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ആത്മാഭിമാനം പോലും നഷ്ടപ്പെട്ട് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ച ഒരു രാജ്യം 11.72 കോടി ശൗചാലയം നിർമ്മിച്ചു കൊടുത്ത് അവരുടെ ആത്മാഭിമാനം വാനോളം നമ്മൾ ഉയർത്തി കൊടുത്തു. ഇതല്ലേ യാഥാർത്ഥ്യം? ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സൂചിപ്പിച്ചു, 7,89,000 പേർ ഈ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി സൗജന്യമായി ഭക്ഷ്യധാന്യം നേടുന്നവരാ. ഏത് ഗവൺമെന്റിനാ ലോക രാജ്യങ്ങളിൽ ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുന്നത്? കോവിഡാനന്തര ഭാരതത്തിൽ 80 കോടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എങ്ങനെയാണോ ഒരു തള്ളക്കോയി കുട്ടികളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത്, അതുപോലെ നീണ്ട 4 വർഷക്കാലം സൗജന്യമായി അരി കൊടുത്തു. അതിൽ 1,52,00,000 പേർ കേരളത്തിലാണ്. ആ കേരളത്തിലുള്ള 1,52,00,000-ൽ 7,89,000 പേർ ഈ കോട്ടയം ജില്ലയിലാണ്. ഏത് ഗവൺമെന്റിനെ ഇത് പറയാൻ വേണ്ടി സാധിക്കുന്നത്? വികസനത്തിന്റെ വിപ്ലവങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയോട്, ഒരു പൊളിറ്റിക്കൽ സയൻസിൽ ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയോട് ഇന്ന് അഭിമാനത്തോടു കൂടി നാം ചോദിക്കുന്നു, സ്വതന്ത്ര ഭാരതത്തിൽ ഈ കാലയളവിൽ ഭരിച്ചിട്ടുള്ള ഏത് ഗവൺമെന്റാണ് ഈ കാലയളവിൽ 4 കോടി വീടുകൾ സാധാരണക്കാരൻ നിർമ്മിച്ചത് കൊടുത്ത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ആ ഗവൺമെന്റ് നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റാണ്, NDAയുടെ ഗവൺമെന്റ് ആണെന്ന്. 4 കോടി വീടുകൾ. മതം നാം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല, രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഗുജറാത്തിലടക്കം പലപ്പോഴും പലരും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് 7ഓളം മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ BJP വിജയിക്കുന്നത്? പലപ്പോഴും നമ്മൾ പറയുന്നു, മതവും ജാതിയും രാഷ്ട്രീയവും നോക്കാതെ സാധാരണക്കാരന് വീട് കൊടുക്കുന്നു, കുടിവെള്ളം കൊടുക്കുന്നു, അവന് തൊഴിൽ കൊടുക്കുന്നു, അവരുടെ കുട്ടികളെ, പിഞ്ചു കുട്ടികൾ മുതൽ വയോവൃദ്ധരെ വരെ സംരക്ഷിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചു നാം. രാഷ്ട്രീയ പ്രതിയോഗികൾ, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 20 MPമാരും ഒരുമിച്ച് പാർലമെന്റിന്റെ മൂലയിൽ ഇരുന്നു കൊണ്ട് ഈ ഗവൺമെന്റിനെ കല്ലെറിയുമ്പോൾ ഒരു നിമിഷം അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാതെ കേവലം 4 മണിക്കൂർ മാത്രം ഉറങ്ങി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ലോക നേതാവ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഓരോ നിമിഷവും അവരെ കുറിച്ച് മാത്രം ചിന്തിച്ചാണ് ഈ വികസനം എത്തിച്ചിട്ടുള്ളത്. ഏത് മേഖലയിൽ എത്താത്തത് നിങ്ങൾ പറയാം. നോക്കൂ നിങ്ങൾ, ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല, 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഒരുപാട് പ്രാസംഗികർ ഇവിടെ ഉണ്ട്. നീണ്ട 67 കൊല്ലം ഈ രാജ്യം ഭരിച്ചവർ ഇന്ത്യ രാജ്യത്ത് നിർമ്മിച്ചിട്ടുള്ള ആകെ ദേശീയപാതയുടെ നീളം 91,000 കിലോമീറ്റർ. നരേന്ദ്രമോദി 10 കൊല്ലം ഭരിച്ചപ്പോ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ദേശീയപാതയുടെ ആകെ നീളം 1,54,000 കിലോമീറ്റർ ആണ്. ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ്, അതിന്റെ ഭരണാധികാരി എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, ഭരിച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഇതിലും വലിയ എന്തുദാഹരണമാണ് ഈ രാജ്യത്ത് വേണ്ടത്? 74 വിമാനത്താവളങ്ങൾ, ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ത്യ രാജ്യത്ത് മൻമോഹൻ സിംഗ് വരെ ഭരിച്ച 67 കൊല്ലം 74 വിമാനത്താവളങ്ങളുള്ള രാജ്യത്തെ 9.5 കൊല്ലം ഭരിച്ചപ്പോ ഇന്ന് 152ാമത്തെ വിമാനത്താവളം രാജ്യത്തുണ്ടായി. ഒരു ദിവസം 12 കിലോമീറ്റർ നിർമ്മിച്ച ദേശീയപാത 27 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു നിർമ്മാണം. 69 കിലോമീറ്റർ നിർമ്മിച്ച ഗ്രാമീണ റോഡുകൾ 134 കിലോമീറ്റർ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ 3,80,000 കിലോമീറ്റർ നീളമുള്ള ഈ രാജ്യത്തിന്റെ ഗ്രാമീണ റോഡുകൾ നരേന്ദ്രമോദിയുടെ ഭരണം 2ാം ഗവൺമെന്റ് പൂർത്തിയായപ്പോ പ്രിയപ്പെട്ടവരെ 7,25,000 കിലോമീറ്ററായി മാറി.
ഏതൊക്കെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും? എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉള്ളത് 22ആയി. 387 മെഡിക്കൽ കോളേജ് ഉള്ളത് 666 മെഡിക്കൽ കോളേജായി. പുതുതായി 386 യൂണിവേഴ്സിറ്റി ഈ രാജ്യത്ത് നിർമ്മിച്ചു. MBBSന്റെ സീറ്റ് 61,000 എന്നുള്ളത് 1,03,000 ആക്കി മാറ്റി. MD വിദ്യാർത്ഥികൾക്കുള്ള സീറ്റ് 31,000 നിന്ന് 55,000 പോയി. എന്ത് കണക്കാണ് ഈ രാജ്യത്തോട് ഞങ്ങൾ അവതരിപ്പിക്കേണ്ടത്? പരസ്യമായി ഈ കോട്ടയത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ പറയുന്ന വേദിയിൽ സമയവും സ്ഥലവും നിർണയിച്ച് നമുക്ക് ഈ രാജ്യത്ത് 67 കൊല്ലം നടന്ന വികസനവും 10 കൊല്ലം നടന്നിട്ടുള്ള വികസനവും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതാണ് ഇന്ന് രാജ്യത്തിന്റെ വികസന മേഖല എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ബാങ്കിൽ പോയി, എനിക്ക് ബിടെക് ബിരുദമുണ്ട്, എനിക്ക് MBA ബിരുദമുണ്ട്, എനിക്കൊരു തൊഴിൽ വേണം, അതിനുവേണ്ടി എന്നെ ഒരു ഗവൺമെന്റ് സഹായിക്കണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയാൽ ആ ബാങ്കിന്റെ മാനേജർ ആ പാവപ്പെട്ട ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത്, നീ താമസിക്കുന്ന വീടിന് എത്ര സെന്റ് സ്ഥലമുണ്ട്, നിന്റെ അച്ഛന്റെ ജോലി എന്താണ്? ഇത് രണ്ടും ചോദിക്കുന്നത് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരന് ഒരു വായ്പ കൊടുത്താൽ അത് തിരിച്ചടക്കാൻ സാധിക്കുമോ എന്നുള്ള അർത്ഥത്തിലാണ്. അവസാനം പറയും, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ സാലറി സർട്ടിഫിക്കറ്റ് വേണം. പ്രിയപ്പെട്ടവരെ, ആ ചരിത്രം ഇന്ന് മാറി. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ കല്ലെറിയുന്ന കോട്ടയത്തിന്റെ മണ്ണിലെ UDFന്റെയും LDFന്റെയും ചെറുപ്പക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ചെറുപ്പക്കാരെ, നരേന്ദ്രമോദിയെ കല്ലെറിയുന്ന ചെറുപ്പക്കാരെ കോട്ടയത്തെ NDAയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരൂ. അവർക്കൊരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത ഉണ്ടെങ്കിൽ 1 സെന്റ് സ്ഥലം വേണ്ട, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ സാലറി സർട്ടിഫിക്കറ്റ് വേണ്ട, 10 ലക്ഷം രൂപ വരെ ഈടില്ലാത്ത വായ്പ കൊടുക്കുന്ന ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യത്തുനിന്നുള്ളത്. ഇത് തന്നെയാണ് ഈ രാജ്യത്തെ യുവാക്കൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഗ്യാരണ്ടി. 2022 ഒക്ടോബർ മാസം 22-ന് DYFIയുടെ വീരശൂര പരാക്രമികളായിട്ടുള്ള 2 MPമാർ പാർലമെന്റിൽ പ്രധാനമന്ത്രിയോട് ചോദിച്ചു, ചെറുപ്പക്കാർക്ക് ജോലിയില്ല, എന്താ പദ്ധതി? പ്രധാനമന്ത്രി പറഞ്ഞു, 1.5 കൊല്ലം കൊണ്ട് ഈ രാജ്യത്ത് 10 ലക്ഷം ഒഴിവുകൾ ഞങ്ങൾ നികത്തും. 2022 ഒക്ടോബർ മാസം 22-ന് അന്ന് തന്നെ പറഞ്ഞു പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ കയ്യിലുള്ള മൊബൈലിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം, ഈ 2022 ഒക്ടോബർ 22 മുതൽ ഇന്ന് വരെ എന്താണോ പറഞ്ഞത് നടപ്പിലാക്കാൻ വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന, പറഞ്ഞത് നടപ്പിലാക്കുന്നത് മാത്രം പറയുന്ന പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ 9,32,000 പേർക്ക് നിയമനം കൊടുത്തു. പകരം തിരിച്ചെന്റെ ചോദ്യം, കേരളത്തിന്റെ മണ്ണിൽ 1,500 സീറ്റിന് വേണ്ടിയുള്ള ഒരു LD പരീക്ഷ നടത്തിയാൽ 5 കൊല്ലത്തെ തയ്യാറെടുപ്പ് കൊണ്ട്, അതിന്റെ പ്രക്രിയ കൊണ്ട് 1,500 പേർക്ക് നിങ്ങൾ നിയമനം കൊടുക്കുവോ? ഇതല്ലേ ഭാരതം? സ്ത്രീ ശാക്തീകരണം. ഞാൻ എല്ലാറ്റിലും പോകുന്നില്ല. ഈ രാജ്യത്ത് 10 അമ്മമാർ ഒരുമിച്ച് ചേർന്നാൽ അവർക്ക് ജീവിക്കാൻ അവർക്ക് വായ്പ കൊടുക്കുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, മുദ്രാ വായ്പ പോലെ ഈ കേരളത്തിൽ മാത്രം 62,500 കോടി രൂപ ഈടില്ലാത്ത വായ്പ കൊടുത്ത ഗവൺമെന്റായത്. 62,500 കോടി. ഇങ്ങനെയൊരു പ്രധാനമന്ത്രി ലോകത്ത് എവിടെയാ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ജില്ലയിൽ 1.5 ലക്ഷം വീട്ടിൽ കുടിവെള്ളം കൊടുത്തെന്ന് പറയുന്നില്ല. എന്റെ ചോദ്യം, 2019 ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി രാജ്യത്തെ അമ്മമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മമാരെ, ഗ്രാമീണ മേഖലയിലും നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ പകുതി നഷ്ടപ്പെടുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള വലിയ ക്യൂവിൽ നിന്നിട്ടല്ലേ? ഞാനിതാ ഈ രാജ്യത്ത് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു മന്ത്രിയെ ഈ രാജ്യത്ത് നിയമിക്കുന്നു. 24 ആകുമ്പോഴത്തേക്ക് വീട്ടമ്മമാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന വീട്ടുമുറ്റത്ത് കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ നിങ്ങൾക്ക് വരും. അതിനൊരു പദ്ധതി ആവിഷ്കരിച്ചു. ആ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തോടുകൂടി പറയട്ടെ, കേരളത്തിൽ 72 ലക്ഷം ഗ്രാമീണ വീടുകളുണ്ട്. 36 ലക്ഷം വീടുകളിൽ കൊടുത്തു. ബാക്കി 36 ലക്ഷം അമ്മമാർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോയിട്ടത് നാളെ തന്നെ ചോദിക്കണം, നിങ്ങളുടെ വാർഡ് മെമ്പർമാരോടത് ചോദിക്കണം. കേരളത്തിലുള്ള കോർപ്പറേഷനിൽ മുഴുവൻ ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കോർപ്പറേഷന്റെ കീഴിലുള്ള കുട്ടികളുടെ പാർക്കിന്റെ നവീകരണം മുതൽ, അവിടെയുള്ള കുടിവെള്ള വിതരണം മുതൽ, ഓവുചാൽ നിർമ്മാണം മുതൽ ഫ്ലൈ ഓവർ വരെ എല്ലാം ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അമൃത് പദ്ധതിയിലൂടെയാണ്. റെയിൽവേ വികസനം,
വികസനത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവം 35% ഇലക്ട്രിഫൈ ചെയ്തിട്ടുള്ള റെയിൽവേ മേഖലയിൽ ഇന്നത് 95% എത്തിച്ചിരിക്കുന്നു. 2 വന്ദേ ഭാരത് എക്സ്പ്രസുകൾ നമുക്ക് കേരളത്തിലേക്ക് കിട്ടി. 35ഓളം റെയിൽവേ സ്റ്റേഷൻ. നമുക്കൊക്കെ ഓർമ്മയുണ്ട്, 10 കൊല്ലം മുമ്പ് ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മൂക്കുപത്താതെ ഒരു 5 മിനിറ്റ് ഇരുന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സംസ്കാരമൊക്കെ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ 2004 മുതൽ 2014 വരെ 10 എംപിമാർ 20 എംപിമാർ തിരഞ്ഞെടുക്കപ്പെട്ട 20 എംപിമാരും ഒരുമിച്ച് പാർലമെന്റിനകത്ത് ഈ രാജ്യത്ത് ഒരുമിച്ച് പിന്തുണ കൊടുത്ത് ഭരിച്ച കാലഘട്ടത്തിൽ എന്താണ് കേരളത്തിന് ലഭിച്ചത്? എന്ത് ലഭിച്ചു? ഒരു ഉദാഹരണം മതി, ഒരൊറ്റ ഉദാഹരണം മതി. 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ചവരും 2014 മുതൽ 24 വരെ ഭരിച്ച നരേന്ദ്രമോദിജിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടുത്തെ ജനങ്ങളെ സൂചിപ്പിക്കാൻ ആ ഒരു ഉദാഹരണം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ ഒരു ദേശീയപാതയായിട്ടുള്ള NH-66 ആകെ വികസനം എന്ന് പറയുന്നത് 78,000 കോടി രൂപയുടെ നിർമ്മാണമാണ്. ഈ 78,000 കോടി രൂപയിൽ 55,000 കോടി രൂപ നിർമ്മാണ പ്രവൃത്തിക്കും 23,000 കോടി രൂപ സ്ഥലമേറ്റെടുക്കാനും വേണ്ടിയാണ്. ആ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ 25% സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തരും എന്ന് പറഞ്ഞാൽ 23,000 കോടി രൂപയുടെ 25% 5,750 രൂപ. ആ 5,750 രൂപ 78,000 കോടിയിൽ 5,750 രൂപ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു. അവസാനം 5,000 കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH-66 നിർമ്മാണത്തിൽ 78,000 കോടി രൂപ ചെലവഴിച്ചതിൽ 5,000 കോടി രൂപയാണ് കേരളത്തിന്റെ പങ്ക്. പകരം 73,000 കോടി രൂപ ഒരു MP പോലും പാർലമെന്റിൽ ഈ ഗവൺമെന്റിന് അനുകൂലമായി കൈപൊക്കാനില്ലാതെ പോലും ഈ കേരളത്തിന് കൊടുത്തു. നിങ്ങൾ ഇവിടുത്തെ MP-യോട് ചോദിക്കണം, 2004 വരെ 14 വരെ 4 മുതൽ 14 വരെ ഈ കോട്ടയം ജില്ലയിലൂടെ പോകുന്ന ദേശീയപാതയുടെ അരികിലുള്ള ഒരു സർവേ കല്ല് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നീണ്ടു നിവർന്നുകൊണ്ട് അവരോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം വികസനത്തിന്റെ രാജകീയ വിപ്ലവം പോയിട്ടുള്ളത് സാധാരണക്കാരന്റെ വീടുകളിലേക്കാ. അതുകൊണ്ടാണ് വികസനം പറഞ്ഞവർ ചർച്ച ചെയ്യില്ല. കഴിഞ്ഞ ദിവസം തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥി പുൽവാമയിൽ നമ്മുടെ പ്രിയപ്പെട്ട 40 ധീര പോരാളികൾ, നിങ്ങളും ഞാനും വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഈ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്ന 40 ധീര ജവാന്മാർ പുൽവാമയിൽ പാകിസ്ഥാന്റെ ചെറ്റ പട്ടാളത്തിന്റെ ക്രൂരകൃത്യത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോ അവരെ ഈ രാജ്യം കൊലപ്പെടുത്തുകയാണെന്ന് പറഞ്ഞവർ നിങ്ങൾ ആലോചിക്കണം ഏതറ്റം വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഈ രാജ്യം മുംബൈ പോലുള്ള തെരുവീതികളിൽ ഒബ്രോയുടെയും നരിമേൻ താജ് ഹോട്ടലിന്റെ മുകളിൽ അവസാനത്തെ തുള്ളി രക്തവും ഭാരതാംബയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോ പ്രിയപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ വിളിച്ച മുദ്രാവാക്യം അയ്യോ അമ്മേ എന്നല്ല, പകരം ഭാരത് മാതാ കി ജയ് എന്നുള്ളതാണ്. അതിവിടുത്തെ കോൺഗ്രസുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ പിന്തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിരോധിത സംഘടനയുടെ അവര് സംഘടിപ്പിച്ച പരിപാടിയിൽ പോയി UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധം ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരും ഈ രാജ്യത്തിന്റെ ദേശീയതയും അഖണ്ഡതയും ആത്മാഭിമാനവും സംരക്ഷിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളാണ് നമ്മളെല്ലാവരും. ഊണും ഉറക്കവുമില്ലാതെ വരും തലമുറയ്ക്ക് വേണ്ടി, വരുന്ന നാടിനു വേണ്ടി അത് സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ ഒരവസരം പോലും നിങ്ങൾ പാഴാക്കരുത്. പ്രിയപ്പെട്ട കേരളത്തിന്റെ സൂര്യ തേജസ്സായിട്ടുള്ള കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലിന്റെ ഒരാവശ്യകത പോലുമില്ലാതെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടേത്. അതുകൊണ്ട് ജനങ്ങൾ 2 മുന്നണികളുടെയും കാപട്യം തിരിച്ചറിഞ്ഞവരാണ്. നമ്മുടെ മുന്നണിയെ രാജ്യവ്യാപകമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ച് 2019 പറ്റിയിട്ടുള്ള അബദ്ധം, ആ തിരിച്ചറിവ് കോട്ടയത്തിനുമുണ്ട്. ആ 2019 പോലും 1,05,000 വോട്ടിന്റെ വർധനവ് തന്ന മണ്ഡലമാണ് കോട്ടയം. എല്ലാ മാധ്യമങ്ങളും എല്ലാ സർവേകളും നരേന്ദ്രമോദി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ 19 പോലും 1,05,000 വോട്ടിന്റെ വർധനവ് തന്ന മണ്ഡലമാണ് കോട്ടയം. ആ മണ്ഡലത്തിൽ
ലോകം മുഴുവൻ നരേന്ദ്രമോദി ആദരിക്കുമ്പോ, മൂന്നാം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് വേണ്ടി കാത്തിരിക്കുമ്പോ ഇവിടുത്തെ സർവ്വ പിന്തുണയും നമുക്കുണ്ട്. പ്രിയപ്പെട്ട സാരഥിയുടെ സാമൂഹിക മേഖലയിൽ ഇടപെടലുകളുടെ വോട്ടുകളുണ്ട്. നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ഉള്ള മുന്നേറ്റത്തിന്റെ വോട്ടുകളുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യയുടെ പാർലമെന്റിൽ കോട്ടയത്ത് നമ്മുടെ പ്രതിനിധിയായി നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. അതിനൊരു തർക്കവുമില്ല. ആ തുഷാർ വെള്ളാപ്പള്ളിയെ ഈ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമായ ഭാരതത്തിന്റെ ആ ജനകീയ പാർലമെന്റിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അതിന് നേതൃപരമായിട്ടുള്ള പങ്ക് വഹിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ആദരണീയനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയും അതോടൊപ്പം തന്നെ ഈ മഹാസമ്മേളനത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ കെ സുരേന്ദ്രനും ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നതിനായി BDJS-ന്റെ സമാദരണീയനായ നേതാവ് ശ്രീ ED പ്രകാശ്
ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ പ്രസിഡന്റ് വന്ന് നമ്മുടെ കുമരകത്ത് വന്ന് താമസിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിൽ ഇന്ത്യയിലുള്ള പത്രങ്ങൾ മുഴുവൻ എഴുതിയ ശേഷം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് മാത്രമാണ് കുമരകത്തുണ്ടായത്. കുറെ സ്ഥാപനങ്ങൾ വന്നു. പക്ഷെ അതിനുവേണ്ടി ഗവൺമെന്റ് രംഗത്ത് ഒരു തരത്തിലുള്ള പ്രൊമോഷനുകളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ടൂറിസം രംഗത്ത് ഒരുപാട് സാധ്യതകളുള്ളതാണ് കോട്ടയം നിയോജകമണ്ഡലം എന്ന് പറയുന്നത്, കോട്ടയം നമ്മുടെ പ്രദേശം മുഴുവൻ. അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു നല്ല സഹായം കിട്ടിയാൽ വലിയ ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കുവാൻ ആലപ്പുഴയും ഈ പറയുന്ന നമ്മുടെ കുമരകവുമൊക്കെ ആയിട്ടുള്ള ആ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയും. അതും തീർച്ചയായും നമുക്ക് വരും ദിവസങ്ങളിൽ നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഈ പറയുന്ന കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് നമുക്കറിയാം, ഇന്ത്യയിൽ കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇവിടെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നു, ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുന്നു എന്നുള്ള വലിയ പ്രചരണത്തിനിടയിലാണ് അന്നത്തെ ഇലക്ഷൻ നടക്കുകയുണ്ടായത്. ആ സാഹചര്യം എല്ലാം മാറിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിലുള്ള ഏത് കൊച്ചുകുട്ടിയെ വിളിച്ചു ചോദിച്ചാലും ശ്രീ നരേന്ദ്രമോദി സർക്കാർ 400-ൽ പരം സീറ്റുകളോടെ തിരിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നുവെന്ന് എല്ലാവരും ഉറക്കെ പറയുന്ന ഈ സമയം കോൺഗ്രസുകാർക്ക് പോലും 40 സീറ്റ് കിട്ടുമോ അതോ 38 പോകുമോ എന്ന ഭയത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞ ഡെവലപ്മെന്റിനേക്കാൾ വലിയ ഡെവലപ്മെന്റുകൾ ഈ വരാൻ വേണ്ടി പോകുന്ന നാളുകളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി കേരളത്തിൽ നിന്ന് എം പിമാരെ ഈ 404 വരുന്ന എം പിമാരിൽ പല എം പിമാർ കേരളത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വരാൻ വേണ്ടി പോകുന്ന മാസം ഏപ്രിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് വരെ നമ്മുടെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചാൽ കോട്ടയത്ത് നിഷ്പ്രയാസം നമുക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുവേണ്ടി നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു മാസക്കാലം ഒന്നായി നിന്ന് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇടത് വലത് മുന്നണികൾ നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെ, അവരുടെ പരസ്പര സഹകരണത്തോടുകൂടിയുള്ള മത്സരത്തിനെതിരെ തന്റെ വാക്കുകളിലൂടെ ചാട്ടുളി പ്രയോഗം നടത്തി കേരള രാഷ്ട്രീയത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറിയ സമരകേരളത്തിന്റെ സൂര്യതേജസ് ശ്രീ കെ സുരേന്ദ്രൻ അവറുകളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ കൺവെൻഷന്റെ അധ്യക്ഷൻ NDAയുടെ ജില്ലാ ചെയർമാൻ ശ്രീ ലിജിൻ ലാൽ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, പ്രിയ സഹോദരൻ, SNDP യോഗത്തിന്റെ ഉപാധ്യക്ഷനും BDJSന്റെ അധ്യക്ഷനും കേരളത്തിലെ NDAയുടെ കൺവീനറുമായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവറുകൾ, ആദരണീയനായ ജോർജ് കുര്യൻ, BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ L പത്മകുമാർ, പ്രകാശ് ബാബു, രാമൻ നായർ സാർ, ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ചേട്ടൻ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, അഡ്വക്കേറ്റ് പത്മകുമാർ, ജയൻ, ജിനീഷ് മോൻ, നാരായണൻ നമ്പൂതിരി, രാധാകൃഷ്ണ മേനോൻ, MP സെൻ, ഈ വേദിയിൽ നിരവധി മുതിർന്ന NDAയുടെ നേതാക്കളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരുകൾ വൈകിയതുകൊണ്ട് ഇവിടെ വായിക്കുന്നില്ല. ഇവിടെ സന്നിഹിതരായിട്ടുള്ള NDAയുടെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടിയാണ് ബഹുമാന്യനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുന്നത്. വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം, ആ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2024-ലെ പൊതു തെരഞ്ഞെടുപ്പ്. കേരളത്തിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. ബഹുമാനപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ വാക്കുകളിൽ
കൃത്യമായിട്ടും ആ സന്ദേശമുണ്ട്. 2024 വലിയ ഭൂരിപക്ഷത്തോടു കൂടി മോദി തന്നെ അധികാരത്തിൽ വരും. കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ നിലം തൊടാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ. മോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് NDAയുടെ അംഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതാണ് തുഷാർ വെള്ളാപ്പള്ളി അവർ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അദ്ദേഹം റബ്ബറിന്റെ വിഷയങ്ങൾ പറഞ്ഞു, ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു, കൃഷിക്കാരുടെ ആവശ്യങ്ങൾ അവലാദികൾ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്, പറയുന്നു. നോക്കൂ, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മുന്നണി, ഇവിടെ ഭരിക്കുന്ന LDF മുന്നണിയോ പ്രതിപക്ഷത്തിരിക്കുന്ന UDF മുന്നണിയോ ഇതിങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താണ് അവർ ചർച്ച ചെയ്യുന്നത്? അവർ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വെറുതെയാണെന്ന് വിചാരിക്കേണ്ട. മുഖ്യമന്ത്രി ഒരാഴ്ചയായിട്ട് യാത്രയിലാണ്. നിങ്ങൾ എടുത്തു നോക്കുക അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും വീഡിയോകളും. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മോദി പൗരത്വം നിഷേധിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ പരിപാടി. ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോൾ മലപ്പുറത്ത് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും. ഇന്നലെ അദ്ദേഹം കാസർഗോഡായിരുന്നു, കാഞ്ഞങ്ങാട്. മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുകയാണ്. CAA ആണ് മുഖ്യമന്ത്രിയുടെ പ്രധാന വിഷയം. വല്ല വാസ്തവമുള്ള കാര്യമാണോ? ഈ നാട്ടിൽ CAA വരുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ പൗരത്വം നഷ്ടമാവുന്നുണ്ടോ? ഇല്ലാത്ത കാര്യമാണ്. പൗരത്വം കൊടുക്കാൻ വേണ്ടിയാണ് CAA. അഭയാർത്ഥികളായി വരുന്ന ആളുകൾക്ക്, മതത്തിന്റെ പേരിൽ ആട്ടിയോടിക്കപ്പെട്ടവർക്ക് പൗരത്വം നൽകാനാണ് CAA. ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല. അപ്പൊ അവര് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പകരം വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വോട്ട് പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നോക്കൂ, നമ്മുടെ നാട് എത്രമാത്രം ഒരു നിലവാര തകർച്ചയിലേക്ക് UDFും LDFും കൊണ്ടുപോകുന്നു. നമ്മൾ സെക്കുലറിസം രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള ഒരു നാടാണ്. മതന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കുന്ന ഒരു നാടാണ്. ഇന്നലെ നമ്മൾ പത്രം കണ്ടില്ലേ, 136 ആളുകളാണ് റഷ്യയിൽ അതിഭീകരമായി കൊല ചെയ്യപ്പെട്ടത്. ആരാണ് ഉത്തരവാദി? നമ്മുടെ നാട്ടിലുള്ള PFI പോലുള്ള മതഭീകരവാദികൾ ഈ ഓശാന ഞായറിന്റെ തലേ ദിവസം നടത്തിയ ഭീകരമായിട്ടുള്ള ആക്രമണത്തിൽ 135 ആളുകൾ മരിച്ചു. പ്രധാനമന്ത്രി ശക്തമായി അതിനെ അപലപിച്ചു. ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു റഷ്യക്ക്. നോക്കൂ, നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു മനുഷ്യത്വരഹിതമായ നടപടിയാണ് അവിടെ നടന്നതെന്ന് ഒരു വരി പ്രസ്താവന നിങ്ങൾ കണ്ടോ? എന്താണ് നമ്മുടെ മതന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള മതേതര ചിന്താഗതിക്കാരായിട്ടുള്ള LDFന്റെയും UDFന്റെയും നിലപാട്? സംസ്ഥാനത്ത് 17% വരുന്ന ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ള കൺസേൺ എന്താണ്? കഴിഞ്ഞ 3-4 മാസം ഇവിടെ ഹമാസിന്റെ പേരിലുള്ള റാലികളായിരുന്നു, അല്ലെ? ഗാസയുടെ പേരിലുള്ള റാലികളായിരുന്നു. ആ ഗാസയിൽ എത്ര ഇന്ത്യക്കാരുണ്ട്? 20-ൽ താഴെ ഇന്ത്യക്കാരേ ഉള്ളൂ. റഷ്യയിലോ 10,000-കണക്കിന് ഇന്ത്യക്കാരുണ്ട്. അവിടെ 135 ആളുകളെ ഭീകരാക്രമണത്തിൽ കൊലപ്പെടുത്തിയപ്പോ ഇവിടെ റാലിയുമില്ല, സമ്മേളനവുമില്ല, പ്രതിഷേധവുമില്ല, മെഴുകുതിരി പ്രകടനവുമില്ല. ഇതെന്ത് ന്യായമാണ്? നാം ശരിയായ മതനിരപേക്ഷതയാണ് ഉയർത്തിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് പറയണ്ടേ? അപ്പൊ എന്താ ഉദ്ദേശം? ചില ആളുകളെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഈരാറ്റുപേട്ടയിൽ ഒരു ആക്രമണം നടന്നു. മുഖ്യമന്ത്രി പറഞ്ഞു ശരിയായ നടപടിയായില്ല. പക്ഷെ തോമസ് ഐസക് പറയുന്നു പള്ളിയിൽ കൂട്ടമണി അടിച്ച് ക്രിസ്ത്യാനികൾ കലാപത്തിന് ശ്രമിച്ചു. എന്താ ഉദ്ദേശം? അപ്പൊ നമ്മുടെ വികലമായ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ്. മതേതരത്വം വികലമാണ്, ഇരട്ട നീതിയാണ് എല്ലാ കാര്യത്തിലും.
വികസനത്തെക്കുറിച്ച് ആരാ മിണ്ടുന്നത്? കേരള കോൺഗ്രസുകളാണ് തുഷാർ വെള്ളാപ്പള്ളി അവർക്കെതിരായി മത്സരിക്കുന്നത്. ശരിയാണോ? കേരള കോൺഗ്രസുകളുടെ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത് അവർ കർഷകരുടെ പാർട്ടി എന്നാണ് പറയുന്നത്. ഉള്ളിൽ അവർ ക്രൈസ്തവ സഹോദരന്മാരുടെ പാർട്ടിയാണ്. ആണല്ലോ. ക്രൈസ്തവ സഹോദരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ, കർഷകരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാർട്ടികളാണ്. എന്റെ ചോദ്യം, ഈ രണ്ട് കേരള കോൺഗ്രസുകളും പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ PFI വന്നപ്പോൾ എവിടെയായിരുന്നു? പാലാ ബിഷപ്പിന്റെ ബിഷപ്പ് ഹൗസിലേക്ക് PFI ഭീകരവാദികൾ അവിടെ മാർച്ച് നടത്തിയപ്പോൾ കേരള കോൺഗ്രസ് മാണി എവിടെയായിരുന്നു? കേരള കോൺഗ്രസ് ജോസഫ് എവിടെയായിരുന്നു? ഞങ്ങൾ NDA മാത്രമാണ്. വോട്ട് ബാങ്ക് താല്പര്യം വെച്ചിട്ടല്ല. വോട്ട് കിട്ടും. അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല, ഇപ്രാവശ്യം കിട്ടും. പക്ഷെ വോട്ട് നോക്കിയിട്ടല്ല NDA. ഒരു ഭീകരാക്രമണം ഒരു പ്രധാനപ്പെട്ട സമൂഹത്തിനെതിരെ അവിലും അരിയും മലരും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ എന്ന് പറഞ്ഞപ്പോ NDA മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലളിതമായ ചോദ്യമാണ് എൻ്റെ. തുഷാർ വെള്ളാപ്പള്ളി അവർക്കെതിരെ മത്സരിക്കുന്ന രണ്ട് മുന്നണികൾ, അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഏത് മാളത്തിലാണ് പോയി ഒളിച്ചത്? ഇനി കർഷകരുടെ കാര്യം പറയാം. ഇവിടെ റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞില്ലേ? റബ്ബർ കർഷകരെ അടക്കം കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഈ രണ്ട് കേരള കോൺഗ്രസുകൾ എന്താണ് ചെയ്തത്? BJPയുടെ MP ആയിട്ടില്ല, അധികാരത്തിൽ ഇരുന്നിട്ടില്ല, ലോക്സഭയിലോ നിയമസഭയിലോ ഞങ്ങൾ ആളുകൾ പോയിട്ടില്ല. ഇവരാണ് പോയത്. കഴിഞ്ഞ എത്രയോ വർഷമായി തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും പ്രബലമായ രാഷ്ട്രീയ സ്വാധീനമുള്ള കേരള കോൺഗ്രസുകൾ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു? തുഷാർ വെള്ളാപ്പള്ളി അവർ പറയുന്നു, എന്നെ ജയിപ്പിച്ചാൽ റബ്ബറിന് 250 രൂപയാക്കും. അതിന് അദ്ദേഹം ദില്ലിയിൽ പോയി നിർമ്മല സീതാരാമനെ കണ്ടു, പീയൂഷ് ഗോയലിനെ കണ്ടു, കേന്ദ്ര നേതാക്കളെ കണ്ടു. അതിന്റെ പ്രയോജനം ഉണ്ടായി. റബ്ബർ കയറ്റുമതി ചെയ്യുന്ന ആളുകൾക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു. ഇപ്പൊ തന്നെ 200 രൂപയുടെ അടുത്തെത്താൻ കഴിയുന്ന നിലയിൽ റബ്ബർ ബോർഡും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളും. 6 മാസത്തിനകം 250 രൂപ എന്ന് പറഞ്ഞ ഉറപ്പിലേക്ക് എത്തിക്കാൻ കഴിയും. കാരണം മോദി ഉണ്ടെങ്കിൽ ഈ രാജ്യത്തെല്ലാം സാധ്യമാണ്. മോദി ഹേ തോ മുംകിൻ ഹേ. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ട് അവിടെ. റബ്ബർ കർഷകർ ഇന്ന് ഈ വില കിട്ടുന്നത് മോദി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ്. കേരള കോൺഗ്രസുകൾ രണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരുന്ന കാലത്താണ് രാജ്യദ്രോഹപരമായ പല കരാറുകളിലും ഇന്ത്യ ഗവൺമെന്റ് ഒപ്പിട്ടത്. ഗാട്ട് കരാർ, WTO അഗ്രിമെന്റുകൾ, ആസിയാൻ കരാർ അടക്കമുള്ള വിനാശകരമായ കരാറുകളിൽ ഒപ്പിട്ടത് മോദി സർക്കാർ അല്ല, കോൺഗ്രസ് സർക്കാർ. LDFും കോൺഗ്രസും ഒരുമിച്ച് പിന്തുണച്ച സർക്കാർ. അവരുടെ നയങ്ങളാണ് കർഷകർക്ക് വിനയായത്. അവർ ചെയ്ത ദ്രോഹമാണ് കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്നത്. അതിന് പരിഹാരം തേടുകയാണ് നരേന്ദ്രമോദി. എല്ലാ ഇന്റർനാഷണൽ സമ്മിറ്റുകളിലും ഇന്ത്യയിലെ കർഷകരെ തൊടാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് ശക്തമായി എടുത്തതുകൊണ്ടാണ് കർഷകർക്ക് പ്രയോജനം കിട്ടുന്നത്. മോദി ഇരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന മറ്റേത് വിഷയങ്ങൾ നോക്കിക്കോ, അഴിമതി ഒരു പ്രധാന വിഷയമാണ്. LDFും അഴിമതിക്കാരാണ്, UDFും അഴിമതിക്കാരാണ്. മാസപ്പടി കേസ് LDFും UDFും അല്ലേ? സഹകരണ ബാങ്കിലെ കൊള്ള LDFും UDFും. എല്ലാ തട്ടിപ്പുകളും കേരളത്തിൽ LDFും UDFുമാണ് നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും LDF നേതാക്കളും UDF നേതാക്കളും എല്ലാ അഴിമതികളിലും പങ്കാളികളാണ്.
ഇത്രയും കാലം മലയാളികൾ, കേരളീയർ ഇവരെ ചുമന്ന് നടന്നതുകൊണ്ട് എന്ത് നേടിയെന്നുള്ള ലളിതമായ ചോദ്യമാണ് NDA ജനങ്ങളോട് ചോദിക്കുന്നത്. മോദി സർക്കാർ വന്നില്ലായിരുന്നു എന്ന് വിചാരിക്കുക, കോവിഡ് കാലത്ത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എന്റെ ലളിതമായ ചോദ്യമാണ്. നരേന്ദ്രമോദി സർക്കാർ അല്ല ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ കോവിഡ് കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു? കോവിഡ് കാലം ഒരാൾ പോലും പട്ടിണി കിടന്ന് മരിക്കാത്തത് മോദി സർക്കാർ ഉള്ളത് കൊണ്ടാണ്. കോവിഡ് കാലത്ത് എന്തെങ്കിലും ആനുകൂല്യം ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അമ്മമാരുടെ ജൻധൻ ബാങ്ക് അക്കൗണ്ടിലായി 500 രൂപയായിട്ടാണെങ്കിലും, കൃഷി ഭവനിലെ ആനുകൂല്യങ്ങളായിട്ടും, അംഗനവാടിയിലെ കുട്ടികൾക്കുള്ള ഉച്ചക്കഞ്ഞി ഭക്ഷണമായിട്ടും, സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചക്കഞ്ഞിയായിട്ടും, ചെരുപ്പ് കുത്തികൾക്കടക്കമുള്ള നമ്മുടെ ഏറ്റവും താഴേക്കടയിൽ കഴിയുന്ന ആളുകൾക്കുള്ള സ്വനിധിയായിട്ടും, കുടിവെള്ളമായിട്ടും, കറണ്ടായിട്ടും, ഗ്യാസ് സിലിണ്ടറായിട്ടും, വീടായിട്ടും, ഭക്ഷ്യധാന്യങ്ങളായിട്ടും, വായ്പയായിട്ടും, മുദ്രാ ലോണായിട്ടും നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും. മോദി മാത്രം. പിണറായി എന്ത് ചെയ്തു? ഞാൻ ഈ നാട്ടിലെ വോട്ടർമാരോട് ഈ മാധ്യമങ്ങളിലൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഷ്ടകാലത്ത്, വറുതിയുടെ കാലത്ത് പിണറായി വിജയൻ എന്ത് ചെയ്തു? ഒരു 500 രൂപ നമുക്ക് തന്നോ? സൗജന്യമായി എന്തെങ്കിലും തന്നോ? വാക്സിൻ തന്നോ? സൗജന്യമായി മരുന്ന് തന്നോ? ഒരു വായ്പ തന്നോ? കുടുംബശ്രീ വഴിയുള്ള ഏതെങ്കിലും ഒരു ആനുകൂല്യം നമുക്ക് തന്നോ? ഞാൻ LDF സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരോട് വിനയത്തോടെ ചോദിക്കുന്നു, നിങ്ങൾ എന്തു കൊടുത്തു? ഒന്നും കൊടുത്തിട്ടില്ല. കുറെ ഉപദേശങ്ങൾ രാത്രി വൈകുന്നേരം വന്നിട്ട്. അല്ലെ, വേറെ എന്താ ഉണ്ടായത്? പട്ടിയെ കെട്ടിയിടരുത്, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്താൽ പാത്രം കമഴ്ത്തി വെക്കണം, ആടിനെ കെട്ടുമ്പോൾ കയറഴിച്ചു വിടണം. ഇങ്ങനെയുള്ള ഉപദേശങ്ങളല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും പാവങ്ങൾക്ക് എന്ത് തന്നു? ഒന്നും തന്നില്ല. സൗജന്യമായി മോദി കൊടുത്ത മരുന്നിന് പോലും ഇവിടെ അധികം വിലയിട്ടു. ഒരു പാരസെറ്റാമോളിന്റെ വില 1 ഉറുപ്പിക. ഒരു വൈറ്റമിൻ സി ഗുളികയ്ക്ക് 20 പൈസയാണ്. അതിന് 2.5 രൂപ. 500 രൂപയ്ക്ക് കിട്ടുമായിരുന്ന എന്താണ് PP കിറ്റിന് 1500 രൂപ. ഈ കേരളത്തിൽ എല്ലാത്തിലും കവർച്ചയാണ് ഉണ്ടായത്. ഒരു ആനുകൂല്യവും ഈ സർക്കാർ നൽകിയിട്ടില്ല. പെൻഷൻ കിട്ടുന്നില്ല. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ ഇല്ല. മോദി ഉത്തരവാദിയല്ല. കൃത്യമായി കേരളത്തിന്റെ വിഹിതം കൊടുക്കുന്നു. തുഷാർജി നെൽ കർഷകരെ പറ്റി പറഞ്ഞു. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. 75% സംഭരണ വില കൊടുക്കുന്നത് മോദി. 25% സ്റ്റേറ്റ് ഗവൺമെന്റ്. 75% തുകയും ട്രഷറിയിൽ വന്നു. 25% കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കർഷകരോട് നിങ്ങൾ വായ്പ എടുക്കണമെന്ന് പറഞ്ഞു സർക്കാർ ഗ്യാരണ്ടി. ആണോ അല്ലയോ നിങ്ങൾ പറയണം. 25% തുക കൊടുക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ 75% തുക എടുത്ത് മാറ്റി ചെലവഴിച്ചു. എന്നിട്ട് ബാങ്കിൽ പോയി ലോൺ എടുത്തു, പാടശേഖരത്തിന്റെ ബില്ല് വെച്ചു. കർഷകന് അത് അടയ്ക്കാൻ കഴിയില്ല. സർക്കാർ ഗ്യാരണ്ടി ഉറപ്പുവരുത്തിയില്ല. അങ്ങനെ കർഷകർക്ക് വേറെ ലോൺ കിട്ടാതായി. സിബിൽ മൈനസായി, നെഗറ്റീവായി. അങ്ങനെയാണ് നെൽ കർഷകർ ആത്മഹത്യ ചെയ്തത്. ചോദിക്കണം നിങ്ങൾ. റബ്ബർ കർഷകർക്ക് 250 രൂപ ഉറപ്പുവരുത്തുമെന്ന് 2 തവണ പ്രകടന പത്രികയിൽ പറഞ്ഞു. ആര്? പിണറായി വിജയൻ. എന്ത് കൊടുത്തു? സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം. LDF വന്നാലും UDF വന്നാലും ജനങ്ങൾക്ക് ദുരിതമാണ്. എല്ലാ ദുരിതകാലത്തും കൈത്താങ്ങായി നിന്നിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ സർക്കാർ മാത്രമാണ്. NDA സർക്കാർ മാത്രമാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും നാടിന്റെ സുരക്ഷ, സാമൂഹ്യ ഐക്യം, പുരോഗതി, വികസനം ഇത് നടപ്പാവണമെങ്കിൽ മോദിയോടൊപ്പം കേരളം നിൽക്കണം. 7 പതിറ്റാണ്ട് കാലം നമ്മൾ LDF-നോടും UDF-നോടും ഒപ്പം നിന്നു.
നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായി മാറി. ചെറുപ്പക്കാർ കൂട്ടത്തോടെ നാടുവിടുകയാണ്. കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ല. തൊഴിലന്വേഷിച്ച് ചെറുപ്പക്കാർ അന്യരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. കേരളത്തെ കൈയൊഴുകുകയാണ് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ. രക്ഷിതാക്കളുടെ വേവലാതിയാണ്. 1-2 മക്കളുണ്ടെങ്കിൽ അവർ ജർമ്മനിയിലും കാനഡയിലും വേറെ രാജ്യങ്ങളിലുമാണ്. ആരാണ് ഉത്തരവാദി? ഇത്രയധികം അനന്തമായ സാധ്യതയുള്ള ഏത് നാടുണ്ട്? കോട്ടയത്തെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന പ്രകൃതി ഇതുപോലെ കനിഞ്ഞ് അനുഗ്രഹിച്ച ഏത് മണ്ഡലമുണ്ട്? എന്തുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല? കൃഷിക്കാരുടെ മക്കൾക്ക് കൃഷി ചെയ്യാൻ അവസരമില്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായം ഈ മണ്ണിലുണ്ടോ? എന്റെ ലളിതമായ ചോദ്യമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിയും? എന്തെല്ലാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയും? എന്താണ് ഇവിടുത്തെ MP-മാർക്കും MLA-മാർക്കും ജോലി? ദില്ലിയിൽ പോവുക, ബാറ്റ വാങ്ങുക, ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സത്യാഗ്രഹം നടത്തുക എന്നതൊഴിച്ചാൽ കേരളത്തിലെ MP-മാരെല്ലാവരും ഒരു കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവരല്ല. NDA പറയുന്നു ഒരവസരം ഞങ്ങൾക്ക് തരണം. ഇത്തവണ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്ന് LDF-ന്റെ കൺവീനർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. LDF-ന്റെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയെ പോലുള്ള കഴിവുറ്റ നേതാക്കൾ, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തു തരാൻ കഴിയുന്ന നേതാക്കളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത്. ഒരേ ഒരു അവസരം നിങ്ങൾ ഞങ്ങൾക്ക് തരൂ. 5 കൊല്ലം ഞങ്ങൾ മോദിയുടെ ടീമാണ്, വെറുതെ ഇരിക്കുന്നവരല്ല. അവസരം കിട്ടിയാൽ ജനങ്ങൾക്ക് വേണ്ടി 24/7 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് മോദിയുടെ ടീം. ആ മോദിയുടെ ടീമിലാണ് തുഷാർ വെള്ളാപ്പള്ളി ഉള്ളത്. ഒരവസരം നിങ്ങൾ കൊടുത്താൽ അത് നമ്മുടെ നാടിനുള്ള ഗുണമാവും. കേരളത്തിൽ BJP-ക്ക് NDA-ക്ക് MP-മാരില്ലെങ്കിലും 400 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ NDA അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ കേരളം വികസനത്തിന്റെ പുറംപോക്കിലേക്ക് വീണ്ടും തള്ളപ്പെടും. അതുകൊണ്ട് കേരളത്തിലെ MP-മാർ വേണം. തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കേണ്ടത് വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാമൂഹ്യ നീതിയുടെയും ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. കേരളത്തെ നമുക്ക് ഈ ഭീകരവാദ ശക്തികളിൽ നിന്ന്, ഈ വിനാശകരമായ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കാൻ ഇവിടെ സാമൂഹ്യ ഐക്യം, ഒരു സാമൂഹ്യ സമരത കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ്. കോട്ടയത്ത് BJP ജയിച്ചാൽ, NDA ജയിച്ചാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കണം. വികസനം വരും, സാമൂഹ്യ നീതി ഉറപ്പുവരും. ഈ കാരണങ്ങൾ കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി ജയിക്കണം, NDA ജയിക്കണം. അതിന് നിങ്ങളെല്ലാവരും അടുത്ത ഒരു 36-37 ദിവസം, പണ്ട് നമ്മൾ ശബരിമലയ്ക്ക് 41 ദിവസം വ്രതമെടുക്കുന്നത് പോലെ ഏപ്രിൽ 26 വരെ കഠിനമായ വ്രതമെടുക്കണം, കഠിനമായി പരിശ്രമിക്കണം, രാവും പകലും അധ്വാനിക്കണം. ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ആർക്കും BJP-യോട് വിരോധമില്ല, NDA-യോട് വിരോധമില്ല. പണ്ട് പറഞ്ഞതുപോലെ വർഗീയത ഇളക്കിവിട്ട് ഇനി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയില്ല. മതന്യൂനപക്ഷങ്ങൾ 2 കൈയും നീട്ടിയാണ് NDA സ്വീകരിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലേക്കും ഇറങ്ങുക. സ്ഥാനാർത്ഥിക്ക് മാത്രമായിട്ട് എല്ലാവരിലും എത്താൻ കഴിയില്ല. മോദിയുടെ പ്രതിനിധിയാണ് തുഷാർ വെള്ളാപ്പള്ളി, തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതിനിധിയാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തണമെന്ന് മാത്രം എല്ലാവരോടും വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി, നരേന്ദ്രമോദിക്ക്. അടുത്ത ദിനങ്ങളിൽ രാപകലില്ലാതെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിക്കാൻ സജ്ജരായി എത്തിയിട്ടുള്ള നമ്മളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായി BDJS-ന്റെ സംസ്ഥാന വൈസ് ചെയർമാനും
ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന വൈസ് ചെയർമാനുമായ ശ്രീ കെ പത്മകുമാർ അവറുകളെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കൺവീനർ, BDSൻ്റെ അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, ഏറ്റവും ആദരണീയനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന അതിൻ്റെ ചെയർമാൻ ശ്രീ സുരേന്ദ്രൻജി അടക്കം ഈ വേദിയിലും സദസ്സിലുമുള്ള സമുന്നതരായ എല്ലാവരുടെയും അനുമതിയോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവളുകളുടെ ഉജ്ജ്വലമായ വിജയത്തിന് വേണ്ടിയുള്ള 5001 അംഗ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമാണ് ഈ മഹാസമ്മേളനത്തിന് മുമ്പാകെ വെക്കുന്നത്. ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നത് ഏറ്റവും ബഹുമാനായ ശ്രീ ജോർജ് കുര്യൻ അവറുകൾ, അഡ്വക്കേറ്റ് NK നാരായണൻ നമ്പൂതിരി, ശ്രീ AG തങ്കപ്പൻ, ശ്രീ രജനീഷ് മോൻ, പ്രൊഫസർ B വിജയകുമാർ, അഡ്വക്കേറ്റ് S ജയസൂര്യൻ, ശ്രീ ED പ്രകാശൻ, ശ്രീ സത്യൻ കുട്ടാട്ടുകുളം, ശ്രീ ജയൻ, ശ്രീ P അനിൽകുമാർ, ശ്രീ K ഗുപ്തൻ, ശ്രീ തോമസ് ജോൺ, ശ്രീ PJ തോമസ്, ശ്രീമതി മഞ്ജു സുരേഷ്, ശ്രീമതി ജയശ്രീ പ്രസന്നൻ. ഈ കമ്മിറ്റിക്ക് ചെയർമാൻ എന്നുള്ളതിൽ നേതൃത്വം നൽകുന്നത് BJPയുടെ തന്നെ ഏറ്റവും സംസ്ഥാനത്തെ സമുന്നതനായ മുതിർന്ന നേതാവ് ശ്രീ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ അവറുകളാണ്. ഈ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കോട്ടയം ജില്ലയിൽ BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉജ്ജ്വലമായ നേതൃത്വം നൽകുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ G ലിജിൻലാൽ അവറുകൾ. ഈ കമ്മിറ്റിയുടെ കൺവീനറായി BDSന്റെ ജില്ലാ പ്രസിഡന്റും NDയുടെ ജില്ലാ കൺവീനറുമായ പ്രിയങ്കരനായ ശ്രീ MB സെൻ അവറുകൾ. ജോയിന്റ് കൺവീനേഴ്സ് ശ്രീ PG ബിജുകുമാർ, ശ്രീ S രതീഷ്, അതുപോലെ തന്നെ വൈസ് ചെയർമാൻമാർ ശ്രീ PK രവീന്ദ്രൻ, അഡ്വക്കേറ്റ് സുജിത്, ബിന്ദു പുളിവേലിക്കൽ, ശ്രീ MN മധു, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ TN ഹരികുമാർ, ഷാജി ശ്രീവത്സം, ശ്രീനിവാസൻ പെരുന്ന, ഷാജി കടപ്പൂര്, അജിത്ത് കാരാപ്പുഴ, ബാബുരാജ്, ശ്രീ VS സത്യൻ പിറവ. ഈ കമ്മിറ്റിയുടെ കോർഡിനേറ്റർമാരായി ശ്രീ MS രാധാകൃഷ്ണൻ, അനിൽകുമാർ, ശ്രീമതി റീബ വർക്കി, ശ്രീമതി സിന്ധു B, ശ്രീ ശോഭിൻ ലാൽ, ശ്രീ ലാൽ കൃഷ്ണ, ശ്രീമതി ലേഖ അശോകൻ, ഡോക്ടർ ശ്രീജിത്ത്, ശ്രീ വിഷ്ണു, ശ്രീ മിത്രലാൽ, ശ്രീ ജയപ്രകാശ് വാകത്താനം, ശ്രീ രമേശ് കാവ്യമറ്റം, ശ്രീമതി കമലമ്മ രാഘവൻ, ശ്രീ അനീഷ് കുളുവേലിൽ. അതുപോലെ തന്നെ ബാക്കി സബ് കമ്മിറ്റികൾ കൂടി കോപ്റ്റ് ചെയ്യാനുള്ള ഒരു അംഗീകാരം കൂടി എല്ലാവരും കൈയടിച്ച് ഈ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അധ്യക്ഷൻ, സമാദരണീയനായ ഉദ്ഘാടകൻ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ നേതാക്കളെ, സമയമേറെ വൈകിയതുകൊണ്ട് ഇനിയും ഈ സമ്മേളനം ദീർഘിപ്പിക്കുന്നില്ല. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ജില്ലാ ചെയർമാൻ ശ്രീ ലിജിൻലാലിന് ദേശീയ ജനാധിപത്യ സഖ്യം കോട്ടയം പാർലമെന്റ് സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി ഏറെ തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം എത്തിച്ചേർന്ന ശ്രീ K സുരേന്ദ്രൻ അവർക്ക് ഈ യോഗത്തിന്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് NK നാരായണൻ നമ്പൂതിരി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും BDJS അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളുടെയും സമാദരണീയരായ നേതാക്കന്മാർ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ നന്ദി പറയുന്നില്ല. അതോടൊപ്പം തന്നെ
നമ്മളുടെ വരുന്ന 35 ദിവസക്കാലം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ ഭൂമികയിൽ നമ്മുടെ പോർക്കളത്തിന് നേതൃത്വം കൊടുക്കുന്ന സമാദരണീയനായ നമ്മുടെ സ്ഥാനാർത്ഥി കോട്ടയത്തിന്റെ ഹൃദയവികാരത്തെ സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി അവർകൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുന്നണി പോരാളികൾ, നിങ്ങൾ ഓരോരുത്തർക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോട്ടയം പാർലമെന്റ് സമിതിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ യോഗം സമാപിക്കുന്നതായി അറിയിക്കുന്നു.